ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഒരു കോഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ, ഷുഗർ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, എഗ്സ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, milk, sunflower oil, vinegar, dark chocolate, white chocolate, butter, fresh cream, whipping cream, and vanilla essence. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഈ സാധനങ്ങൾ എത്ര അളവിലാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ജാറിലേക്ക് ഈ 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിത് നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്ന ജാറിൽ തന്നെയാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ ഒത്തിരി നേരം പതപ്പിക്കരുത്. പിന്നെ മിക്സി ചൂടാവാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ആ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കണം. അപ്പോൾ ദാ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര, ഞാനിപ്പോൾ മൊത്തം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലൊരു 3/4 കപ്പോളം ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്നത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയും വാനില എസൻസും ഓയിലും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കോഫി പൗഡർ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഇത് പതിയെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇവിടെ ഞാൻ സാധാരണ ഒരു മരത്തിൻ്റെ തവിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ അത് വെച്ച് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ചൂടുള്ള പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബേക്കിംഗ് സോഡയിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ പതങ്ങുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ ബാറ്റർ നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇത് നല്ലോണം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ബബിൾസൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മുടെ കേക്ക് നല്ല ഇങ്ങനെ കുഴികളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ നമ്മളൊരു ബിരിയാണി പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതാ ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണിയുടെ പാത്രം കുറച്ച് ഒരു 5 മിനിറ്റ് മുമ്പേ ഗ്യാസ് ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്കാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചത്. പിന്നെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള കുഴികൾ ഞാനത് കുത്തി നോക്കിയതാണ് കേക്ക് റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള കോഫി തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം കോഫിയാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഫ്രഷ് ക്രീം വെച്ചൊന്ന് തിളപ്പിക്കുക. ഫ്രഷ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി ഉണ്ടായിരുന്ന പൊടിച്ച പഞ്ചസാരയിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തിളയ്ക്കണ വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതാ ഏതാണ്ട് ഫ്രഷ് ക്രീം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മളൊന്ന് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രഷ് ക്രീം കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ കട്ടയായിട്ടുള്ളതൊന്ന് പോയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് അത് കിടക്കുന്നുണ്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ശരിക്ക് തിളച്ച് കഴിയുമ്പം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുത്തായാലും മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് അതിലേക്ക് ഒഴിക്കാൻ പോണത്. ഇത് നമ്മൾ ഷുഗർ സിറപ്പിന് പകരം കോഫി കേക്കിൽ ഒഴിക്കാനുള്ള സിറപ്പാണ്, കോഫിയാണ്. അപ്പോൾ നമ്മൾ സാധാ കോഫി പോലെ തന്നെ നമ്മളിത് ഫ്രഷ് ക്രീമിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിലിന് വയ്ക്കണം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മളിനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്തതൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിലേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായിട്ട് ഇത് കുറച്ച് കട്ടിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നത് നമ്മളൊന്ന് ലെയറാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലെയറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഈ കോഫിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മളിത് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ഷുഗർ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കോഫി തന്നെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ലെയർ ഫുള്ള് നമ്മളിത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബീറ്റർ വെച്ചല്ല കേട്ടോ അടിച്ചെടുത്തത്. വിസ്ക് വെച്ചാണ് ഞാനിത് ശരിയാക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര അല്ലെങ്കിൽ 1 ടീസ്പൂണോളം, അത് നമ്മുടെ കോഫിയുടെ ഫ്ലേവർ എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതിലേക്കും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് നല്ലോണം ഒന്നും കൂടെ ഇളക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്കിന് ശരിക്കും ആ കോഫിയുടെ ഫ്ലേവർ കിട്ടുള്ളൂ.
നമ്മളിപ്പോൾ അത് ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് ആ ക്രീം തേച്ച് കൊടുക്കുകയാണ്. നമ്മളത് ആദ്യത്തെ ലെയർ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ആ ക്രീം അതിലേക്ക് തേച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നമ്മുടെ കോഫിയുടെ ആ ഒരു കോഫി ഉണ്ടാക്കിയത് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ആദ്യമേ ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീമിൽ നമ്മൾ കോഫിയുടെ ഇത് ചേർത്തുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ വീണ്ടും കേക്കിലേക്ക് സിറപ്പ് ഒഴിച്ച് കൊടുത്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ കൂടി ഇതിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ഫുള്ള് സൈഡിലും മുകളിലുമായിട്ട് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒരു സ്പൂൺ ബട്ടറും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ മുകളിൽ ക്രീമൊക്കെ ശരിയാക്കി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് വെച്ച ആ ഒരു ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ആ റൗണ്ടിലും നടുക്കോടെയും ഓരോ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ടൂത്ത് പിക്കോ ഒക്കെ വെച്ച് അതൊന്ന് സൈഡിലേക്കൊന്ന് ഇതാക്കി കൊടുത്താൽ മതിയാവും. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഒരു ഡിസൈൻ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതുപോലത്തെ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഡെക്കറേഷനൊന്നും അറിയില്ലാത്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കോഫി കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.